അറിവിനോട് കൂടെ അതവുണ്ടാകുമ്പോഴാണ് ആ അറിവിന് പ്രയോജനം ഉണ്ടാവുക. ഒന്ന് പഠിക്കാനിറങ്ങുന്ന സമയത്ത് ആദ്യമായി കൊണ്ട് നമുക്ക് നിർബന്ധമായിട്ടും വേണ്ട ഒരു കാര്യമാണ് അതവെന്ന് പറഞ്ഞാൽ. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദുമാർ ഇവരൊക്കെ എന്ത് പറയുന്നുവോ അതനുസരിച്ച് കൊണ്ട് ജീവിക്കലാണ് അവനിക്ക് അറിവുണ്ടാവുന്നതോടുകൂടെ അതവുണ്ടാവുന്നതിൻ്റെ ലക്ഷ്യം. മര്യാദ എന്ന് പറയുന്ന, അദബ് എന്ന് പറയുന്ന ആ 3 അക്ഷരങ്ങൾ വെച്ചുള്ള ആ ഒരു വാക്ക് നമ്മൾ എന്ത് പഠിക്കുകയാണെങ്കിലും അതോടുകൂടെ നിർബന്ധമായി കൊണ്ടും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. എത്ര വലിയവനായാലും അവനിക്ക് അദബ് വേണം. അതല്ലേ ഇബിലീസിന്റെ നില പറ്റ താന്നു പോകാൻ കാരണം? ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇബിലീസിനോട് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ അവന് വിസമ്മതിക്കുകയായിരുന്നു. അവനവിടെ അഹങ്കാരം കാട്ടുകയായിരുന്നു. അവനെ പടച്ച യജമാനിനോട് അദബില്ലാതെ പെരുമാറി. ആ ഒരു കാരണത്താൽ അവന്റെ നില വളരെ താഴ്ന്നു പോവുകയാണ്. എങ്ങനത്തവനായിരുന്നു ആ ഇബിലീസ്? മലക്കുകൾക്ക് വരെ ക്ലാസ് എടുത്ത് കൊടുക്കുന്നവനായിരുന്നു ഇബിലീസ്. പക്ഷെ അദബില്ല എന്നതിന്റെ മേലിൽ അവന്റെ അറിവ് കൊണ്ടൊന്നും എവിടെയും ഉപകാരപ്പെട്ടില്ല.